പാലക്കാട് ദേവി വിദ്യാനികേതൻ സ്കൂളിന് മുന്നിലെ സ്ഫോടനത്തിൽ 3 പേർ പോലീസ് പിടിയിൽ. ഫാസിൽ, നൌഷാദ്, സുരേഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. സുരേഷിന്റെ കല്ലേക്കാട്ടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരാണ് പ്രതികൾ എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടന്നിരുന്നു. അത്തരത്തിൽ വാർത്തകൾ ചമയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പിടിയിലായ 3 പേരുടെ പേരുകൾ പരിശോധിച്ചാൽ ഒരു ഫാസിൽ, നൌഷാദ്, സുരേഷ് എന്നീ 3 പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ. നിലിമ, തീർച്ചയായിട്ടും ഇപ്പോൾ 3 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷിൻ്റെ മറ്റ് 2 പേരുടെ കൂടെ അറസ്റ്റ് ഉടൻ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഫാസിൽ, നൌഷാദ് എന്നിവരാണ് മറ്റ് 2 പേർ. കഴിഞ്ഞ മാസം 20-ാം തീയതിയായിരുന്നു സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലുള്ള മൂത്താന്തറയിലുള്ള ദേവി വിദ്യാനികേതൻ സ്കൂളിന് മുന്നിൽ സ്ഫോടനം ഉണ്ടായത്. ഒരു കുട്ടി അവിടെ കളിക്കുന്ന സമയത്ത് വഴിയിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു എടുത്ത് എറിയുകയായിരുന്നു. എറിഞ്ഞ സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ BJP പ്രവർത്തകർ, RSS പ്രവർത്തകരൊക്കെ തന്നെ ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ ഉൾപ്പെടെ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസും CPM ഒക്കെ നിരന്തരം ഇതിന് പിന്നിൽ BJP ആണ് ഈ സ്കൂളിൽ. ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാവ് C കൃഷ്ണകുമാർ ചില വിവരങ്ങൾ പുറത്ത് പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം അരുണിലേക്ക് മടങ്ങിയെത്താം. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെ സ്കൂളിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളത്. സുരേഷ്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുരേഷ് കോറിയിൽ പാറ പൊട്ടിക്കാൻ പോകുന്ന ആളാണ്. അതുപോലെ തന്നെ കിണർ കുഴിക്കാനെല്ലാം പോകുന്ന ആളാണ്. അപ്പോൾ പാറ പൊട്ടിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു നീക്കവുമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. C കൃഷ്ണകുമാറിന്റെ വാക്കുകളാണ് കേട്ടത്. അരുൺ, അതങ്ങനെയാണ്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഈ മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത നൽകിയത് ഇത് BJP ബന്ധമുണ്ട്, RSS ബന്ധമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഈ സ്ഫോടനത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ 3 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. വളരെ കൃത്യമായി ആ അജണ്ട പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അരുൺ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ വേണം പറയാൻ. കാരണം 3 പേർ ഇതിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ആ 3 പേരുടെ പേരുകൾ പോലും ഇന്ന് രാവിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായി വാർത്ത നൽകിയെന്നാണ് BJPക്ക് ഉൾപ്പെടെ പരാതിയായിട്ടുള്ളത്. കാരണം സുരേഷും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയും പിന്നെ ഒരു ശശീന്ദ്രൻ എന്ന വ്യക്തിയും പിടിയിലായി എന്നതായിരുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകിയിരുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ശശീന്ദ്രൻ എന്നിവർ ഈ സുരേഷിൻ്റെ വീട്ടിൽ ഈ പോലീസിൻ്റെ പരിശോധന നടന്ന സമയത്ത് പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി അവർ സാക്ഷികളായിട്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും മറ്റും സ്ഫോടക വസ്തുക്കളും അവിടെ നിന്നും കണ്ടെത്തുകയുണ്ടായി പോലീസ്. ആ സമയത്ത് സാക്ഷികൾ എന്ന തരത്തിൽ ഒപ്പിട്ട് നൽകിയ BJP പ്രവർത്തകരാണ് ഈ ഉണ്ണികൃഷ്ണനും ശശീന്ദ്രനും. പക്ഷേ എന്നാൽ അവരുൾപ്പെടെ പിടിയിലായി എന്ന തരത്തിലൊക്കെ ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം നടക്കുന്നു എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. നിലവിലേതായാലും ഈ സംഭവത്തിൽ അതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെ വിശദമായ കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. ഈ സുരേഷിൻ്റെ കയ്യിൽ സ്ഫോടക വസ്തു ഇവർ വാങ്ങിയതാണോ, അല്ലെങ്കിൽ ഈ ഫാസിലും അതുപോലെ തന്നെ നൌഷാദും ഈ സ്ഫോടക വസ്തു അവിടെ വെച്ചതിന് പിന്നിൽ ഇവരാണോ, ഇവർ ഈ സ്ഫോടക വസ്തു സുരേഷിനെ ഏൽപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അത് കണ്ടെത്തി കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ വിശദീകരിക്കണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. നിലവിലേതായാലും ഈ സംഭവത്തിൽ 3 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ സുരേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുരേഷിൻ്റെ വീട്ടിൽ, കല്ലേക്കാട് പൊടിപ്പാറയിലുള്ള വീട്ടിൽ രാവിലെ പോലീസ് പരിശോധന നടത്തുകയുണ്ടായി. ആ പരിശോധനയിൽ അവിടെ നിന്നും 12 സ്ഫോടക വസ്തുക്കൾ
വസ്തുക്കളും അതുപോലെ തന്നെ 24ഓളം ഇലക്ട്രിക് ഡെറ്റനേറ്ററുകളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇയാൾ കിണർ കുഴിക്കുന്ന, നേരത്തെ സി കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇയാളൊരു കിണർ കുഴിക്കുന്ന അതുപോലെ തന്നെ പാറയും മറ്റുമൊക്കെ പൊട്ടിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് പോലീസും പറയുന്നത്. അതേസമയം തന്നെ ഈ സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ വേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട്. ശരി, അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.